സോ റിയൽമി 12+5G എന്ന ഫോൺ എങ്ങനെയുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം കൂടുതലായിട്ടൊന്നും പറഞ്ഞ ടൈം വേസ്റ്റ് ഇല്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബാക്കത്തെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. സെൻട്രലായിട്ടാണ് റിയർ ക്യാമറ കൊടുത്തിട്ടുള്ളത്. നമ്മളിതിന് മുൻപേ കണ്ട റിയൽമി ഫോണിലൊക്കെ കണ്ട ആ ഒരു സെയിം ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. സിലിക്കോൺ പോളിമർ ബാക്കാണ്. ഇക്കോ ലെതർ എന്നാണ് റിയൽമി ഇതിനെ വിളിക്കുന്നത്. കാണാൻ നല്ല പ്രീമിയം ആയിട്ടുള്ള ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള എഡ്ജാണ് ഈ ഒരു ഫോൺ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ തന്നെ ഫോണിന് കിട്ടുന്നതായിരിക്കും. സോ കാണാൻ നല്ല രസമുണ്ട് ഡിസൈൻ, അങ്ങനെ മോശം പറയാനുള്ള ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഒരു ഫ്ലാഷ് നമുക്ക് ബാക്കിൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. 2 കളർ വേരിയൻ്റായിട്ടാണ് വരുന്നത്. ഒന്ന് ബീജും പിന്നെ ഒന്ന് ഗ്രീൻ കളറും വരുന്നുണ്ട്. IP54 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ തന്നെ വരുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ട് ഫോൺ, അങ്ങനെ മോശം പറയാനൊന്നുമില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി കണ്ടുവന്ന റിയൽമി ഫോണിൽ കണ്ടുവന്ന ആ ഒരു സെയിം ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. ബട്ട് കാണാൻ നല്ല പ്രീമിയം ആയിട്ടുള്ള ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഡിസൈൻ്റെ കാര്യത്തിൽ അങ്ങനെ മോശം പറയാനൊന്നുമില്ല. ഇനി ദെൻ ടോക്ക് അബൌട്ട് ഡിസ്പ്ലേ. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 2000 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും അങ്ങനെ ഓവറോൾ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 20,000 രൂപ റേഞ്ചിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിലും അങ്ങനെ മോശം പറയാനുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഡിസ്പ്ലേ ആണ് ഈ ഒരു റിയൽമി ഫോണിനും വരുന്നത്. സോ ഡിസൈനും ബിൽഡും അതുപോലെ തന്നെ ഡിസ്പ്ലേയും യാതൊരു തരത്തിലുള്ള കുറ്റോ കുറവോ ഒന്നും തന്നെ പറയാനില്ല. ദെൻ ക്യാമറ 15 MB ഒരു പ്രൈമറി ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് സോണിയുടെ LYT600 എന്ന സെൻസറാണ്. പിന്നീട് വരുന്ന 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. പിന്നീട് 2 MB മാക്രോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K 13 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 MB സെൽഫി ക്യാമറ ആണ് വരുന്നത്. അത് പഞ്ച് സെൽഫി ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K റെക്കോർഡിംഗ് പറ്റില്ല, പക്ഷേ ഫുൾ HD നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം കൊള്ളാവുന്ന നല്ല ക്യാമറയാണ്. ക്യാമറ റിവ്യൂസൊക്കെ കണ്ട സമയത്ത് അങ്ങനെയാണ് തോന്നിയത്. ബട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറ റിവ്യൂസൊക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങാം. സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് ഒരിക്കലും ഒരു ക്യാമറ നോക്കിയിട്ട് സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് ഇത് ബെസ്റ്റ് ക്യാമറ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ക്യാമറ റിവ്യൂസൊക്കെ നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ലൊരു ക്യാമറ ഫോണായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. അങ്ങനെ ഓവറോൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ക്യാമറ തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. സോ അതിലൊന്നും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും പറയാനൊന്നും തന്നെ ഇല്ല. സോ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്യാമറ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പെർഫോമൻസ്, മേഡക്കെ ഡയമൻസിറ്റി 7050 എന്ന പ്രോസറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തരുന്ന ഒരു പ്രോസറാണ് ഈ ഒരു മിയടെക്കിൻ്റെ പ്രോസർ എന്ന് പറയുന്നത്. സോ പെർഫോമൻസ് അങ്ങനെ ഗംഭീര അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻ റേഞ്ച് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള തരക്കേടില്ലാത്ത പെർഫോമൻസ് തരുന്നൊരു പ്രോസർ തന്നെയാണ് ഈ ഒരു 7050 എന്ന പ്രോസർ എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത് Android 14 റിയൽമി UI 5.0 ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള കുഴപ്പമില്ലാത്ത നല്ല UI ആണ്. ക്ലീൻ ഒന്നും പറയാൻ പറ്റില്ല, എന്നാൽ അത്യാവശ്യം ബഗും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ ആണ്. പിന്നീട് 5000 mAh ബാറ്ററിയും 47 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 0 to 15 ആവാൻ ഒരു 19 മിനിറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ അത്യാവശ്യം നല്ല ഫാസ്റ്റായുള്ള ചാർജിങ് കാര്യങ്ങളൊക്കെ തന്നെ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബാറ്ററിയും വരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത പെർഫോമൻസും കൊടുത്തിട്ടുണ്ട്. ഇനി പ്രൈസും ഏതൊക്കെ വേരിയൻ്റാണ് വരുന്നത് നോക്കാം. ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ 8GB 128GB വേരിയൻ്റാണ്. ഈ ഒരു വേരിയൻ്റെ പ്രൈസാണ് 19,999 ആണ്. പിന്നെ ഹയർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8GB 256GB വേരിയൻ്റാണ്. ഈ ഒരു വേരിയൻ്റെ പ്രൈസ് 21,999 ആയിട്ടാണ് വരുന്നത്. സോ ഈ ഒരു 20,000 രൂപ റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം നല്ല ഡിസൈൻ, നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനും ബിൽഡും വരുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് വരുന്നുണ്ട്. നല്ല ക്യാമറ വരുന്നുണ്ട്. ക്യാമറയും കുഴപ്പമില്ലാത്തതാണ്, നല്ല ക്യാമറ വരുന്നുണ്ട്. നല്ല ബാറ്ററിയും നല്ല ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ 20,000 രൂപയ്ക്ക് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഫോണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നോക്കുന്ന സമയത്ത് എല്ലാം ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിലും എല്ലാ രീതിയിലും ഒരു ബെസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ് റിയൽമിയുടെ 12+5G എന്ന ഫോൺ.
സോ ഓഫർ ടൈമിൽ ഇതിനെക്കാട്ടി പ്രൈസ് കുറഞ്ഞ് ഫോൺ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ വാങ്ങുകയാണെങ്കിലാണ് ഈ ഒരു 90,999 എന്ന പ്രൈസ്. സോ ഓഫറിൽ ഇതിനെക്കാട്ടി കുറയും. അപ്പം വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. ബട്ട് ഇപ്പോൾ വാങ്ങുകയാണെങ്കിലും അങ്ങനെ മോശം ഫോണൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു 20,000 രൂപ റേഞ്ചിൽ ഒരു ഓൾറൗണ്ടർ എല്ലാ റേഞ്ചിലും ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് വരുന്ന ഫോൺ തന്നെയാണ്. എവിടെയും അങ്ങനെ ഭയങ്കര കുറ്റം കുറവൊന്നും പറയാനില്ല. ഒരു ഓൾറൗണ്ട് ആയിട്ടുള്ള ഫോണായിട്ടാണ് തോന്നിയത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.